വിടത്തില്ല എന്നെ. അവളെ ഒന്ന് പറഞ്ഞു വിടാമോ? എന്തിന്? അന്ത്യകാലമാകുന്ന സത്യം അറിഞ്ഞിട്ടും അറിയിട്ടില്ല ഇവൾ നമ്മള്. ഒരുപക്ഷെ ഇവൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താമായിരുന്നു. അവക്ക് പറയാമായിരുന്നു. അങ്ങനല്ല, എനിക്കൊരു അവസരം കിട്ടിയില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു, കറങ്ങി, ഒരു സ്ഥലത്ത് താമസിച്ചു. ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് തെളിവാണ് വേണ്ടത്? നിനക്കറിയാമോ, സ്വന്തം വീട്ടിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ഹാനയാണ് ഞങ്ങൾ ഇത്രയും കണ്ടത്. നീ ഒരിക്കൽ പോലും പറഞ്ഞില്ല നിത്യജീവനെ പറ്റി, നീ അവകാശപ്പെടുന്ന യേശുവിനോടുള്ള സ്നേഹം നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. Hannah? Hannah? Ron? Hannah? Ron, അത് നീയല്ലേ? അതെ, അത് നിന്റെ കാമുകനാ. ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ എന്നെ ഉപയോഗിച്ചു. അവൻ പറഞ്ഞത് ശരിയാണ്. നീ മറ്റുള്ളവരെക്കാട്ടിലും അധികം നിന്നെ തന്നെയാണ് സ്നേഹിച്ചത്. ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ നീ ഓർക്കുന്നില്ലേ? യേശുവിനെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടും നീ ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ കൂട്ടാക്കിയില്ലല്ലേ? കുഞ്ഞെ, നീ ഒരു ദേവപൈതനെ പോലെ ജീവിച്ചെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ കാണിച്ചു കൂടിയതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന സത്യം നീ എങ്ങനെ മറന്നു? അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്ന നീ ആ സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാത്തതാണ് അത്ഭുതം. വിളർന്ന സൂര്യൻ, ബ്ലഡ് മൂൺ, ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നിൽക്കുമ്പോൾ നിന്നെ തന്നെ നശിപ്പിക്കാൻ കൊടുത്തു. നീ യേശുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നീ ഒരിക്കൽ പോലും പറഞ്ഞില്ല യേശു വഴിയും സത്യവും ജീവനുമാവുന്നു. ഒരിക്കൽ പോലും ബൈബിളെ കുറിച്ച് നീ ഒന്ന് സൂചിപ്പിച്ചില്ല. നല്ലൊരു കുഞ്ഞായി ജീവിച്ചെന്നും എല്ലാം വീണ്ടും കൂടെ എന്നും എന്റെ ഉള്ളം കൊള്ളത്തോട് എന്നും പറഞ്ഞു. ആ സർവലോകം നേടിയിട്ട് സ്വന്ത ജീവൻ പോയെന്നാലോ നേട്ടങ്ങൾ കൊണ്ടെന്താ വീണ്ടും എനിക്ക് ലാഭം? സർവലോകം വീണ്ടെടുത്ത സ്നേഹം കൂടെ ഉണ്ടായിട്ടും ലോകത്തിന്റെ നേട്ടങ്ങൾക്കായി ഓടിയിരുന്നോ? സ്വർഗനാഥ യേശു രാജ
കാരണം നിന്റെ നിത്യജീവൻ എങ്ങനെ നഷ്ടപ്പെട്ടു? നീ പറഞ്ഞു നീ ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ആയിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും ക്രിസ്ത്യാനി എന്താ തെളിവ്? പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുമായിരുന്നല്ലോ, അതൊരു തെളിവല്ലേ? അങ്ങനെയാണോ പൊന്നുമോൾ ക്രിസ്ത്യാനിയാകുന്നത്? പക്ഷെ നീ ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. സത്യം നിനക്കറിയാമോ? അത് ശരിയാ, അവളെ വിശ്വസിക്കാൻ കൊള്ളില്ലായിരുന്നു. നിന്റെ കഴിവുകൾ ഒരിക്കൽ പോലും നീ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. തന്നിഷ്ടക്കാരി ഫ്രണ്ട്സ്, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു വലിയ സത്യം മറച്ചു വെച്ചു. യേശു തന്നെയാണ് വഴി, സത്യം, ജീവൻ. പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ അത് യേശുവിൽ കൂടെ മാത്രം. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുവാൻ ഇനി താമസിക്കരുത്. പ്ലീസ്, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടരുത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചെറുകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കാനുള്ള ആ ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈനികൾ യഹോവ അരുളി ചെയ്യുന്നു. നല്ലൊരു കുഞ്ഞായി ജീവിച്ചെന്നും എല്ലാം വീണ്ടും കൂടെ എന്നും എന്റെ ഉള്ളം ഉള്ളത്തോട് എന്നും പറഞ്ഞു. ആ സർവലോകം നേടിയിട്ട് സ്വന്ത ജീവൻ പോയെന്നാലോ നേട്ടങ്ങൾ കൊണ്ടെന്താ വീണ്ടും എനിക്ക് ലാഭം? സർവലോകം വീണ്ടെടുത്ത സ്നേഹം കൂടെ ഉണ്ടായിട്ടും ലോകത്തിന്റെ നേട്ടങ്ങൾക്കായി ഓടിയിരുന്നു. സ്വർഗനാഥ യേശു രാജ, അങ്ങേ മുമ്പിൽ പൂർണ്ണമായും എന്റെ പ്രാണൻ നന്ദിയോടെ സമർപ്പിക്കുന്നു. ഇതാകുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള സമയം, നിത്യജീവൻ അനുഭവിക്കാനുള്ള വിലയേറിയ ആ ദിവസം. യേശുവിൽ വിശ്വസിക്കാം. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. മരണത്തിൽ നിന്നും ജീവനിലേക്ക്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, ശാപത്തിൽ നിന്നും സമാധാനത്തിലേക്ക്, ഒറ്റപ്പെടലിൽ നിന്നും വീണ്ടെടുപ്പിലേക്ക്, രോഗത്തിൽ നിന്നും സൗഖ്യത്തിലേക്ക്, മരണത്തിൽ നിന്നും ജീവനിലേക്ക്. യേശുവാകുന്നു രക്ഷയ്ക്ക് മാർഗമാകുന്ന ഒരേ ഒരു ദൈവം. രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ നൽകപ്പെടുന്ന മറ്റൊരു നാമവുമില്ല. അഖിലാണ്ടത്തിന്റെ ഉടയവനാം ദൈവമായിരിക്കെ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളവാൻ ഭൂമിയിൽ അവതരിച്ച ആ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മരണത്തിന് യേശുവിനെ പിടിച്ചെടുക്കാനായില്ല. മരണത്തിന്റെ വിഷമുള്ളിനെ തകർത്തെറിഞ്ഞ് യേശു നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരാർത്ഥം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്നും യേശു വിളിക്കുന്നു. ആരെങ്കിലും നാഥന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് കൊടുക്കുകയാണെങ്കിൽ രാജാതിരാജാവും കർത്താതി കർത്താവും സ്വർഗീയ മഹിമയുടെ മഹത്വത്തിലേക്ക് നമ്മളെ വീണ്ടുകൊള്ളുവാൻ അവതരിച്ചതുമായ ആ നാഥൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരും. യേശുവാണ് നമ്മുടെ രക്ഷകൻ.